ഹായ് ഹലോ അസ്സലാമു അലൈക്കും. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഇന്ന് നമ്മുടെ ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി അങ്ങോട്ട് കാണിച്ചു തരാമെന്ന് കരുതി. ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിരുന്നു. അത് തിളച്ച് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ അടുപ്പിൽ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. മുട്ടക്കറി അപ്പാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഉമ്മ അപ്പുറത്ത് നൂൽപുട്ട് ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എനിക്കും തന്നെ തീരെ വയ്യാത്തൊരു ദിവസമാണ്. അതാണ് കേട്ടോ ഉമ്മ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞത്. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ അപ്പാകണോണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഉച്ചക്കൊക്കെ ഓർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ്. ഉസ്താദന്മാർക്ക് എന്തോ കൂടിയിരിക്കലൊക്കെ ഉണ്ട് പറഞ്ഞു. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കഞ്ഞിയും കൂടി കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് വഴണ്ടി കഴിഞ്ഞിട്ട് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ചോറിനുള്ള വെള്ളം വെച്ചിരുന്നില്ലേ, അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ മുട്ടക്കറിയിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളെ പച്ചമണം മാറണ വരെ നല്ല പോലെ വാട്ടിയിട്ട് ഇതിലേക്ക് തേങ്ങയും ചെറിയുള്ളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ കറി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ലാസ്റ്റ് മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോഴേക്കും ഇതാ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ചമ്മന്തി അരച്ചിട്ടുണ്ട്. ചമ്മന്തിയും അച്ചാറുമാണ് കേട്ടോ കഞ്ഞിക്ക് കൊടുത്തേക്കണത്. അപ്പോഴേക്ക് ഉമ്മതാ നൂൽപുട്ടും കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഉമ്മ തന്നെയാണ് പാത്രത്തിലൊക്കെ ആക്കിയത്. ചായ പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് ഉപ്പ ഇവിടെ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഇനി ലുലും ഉമ്മയും കൂടി കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. കഴിഞ്ഞതിൽ ഞാൻ തറവാട്ടത്തെ ചിലവിൻ്റെ അന്ന് സ്കൂട്ടിമേലായിരുന്നു കൊണ്ടുപോയി കൊടുത്തിരുന്നത്. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ, അധികമൊന്നുമില്ല. അങ്ങനെ ചായ ഇവിടെ ആയിട്ടുണ്ട്. എല്ലാം പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്നും പറയും പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ.